ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നിവിടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ പാർട്ട് 26 ക്ലാസ് ആണ് നമ്മൾ കാണാൻ വേണ്ടി ഇനി വെറും നമുക്ക് ആകപ്പെടെ 4 ക്ലാസ് ഉള്ളൂ. അത് തന്നെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. അതിന്റെ കൂടെ നമുക്ക് റിവിഷനും നോക്കണം. കഴിഞ്ഞ 2 ക്ലാസ്സുകളുടെ റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ 2 ക്ലാസ് കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ അതുമായിട്ട് റിവിഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ റിവിഷൻ നമ്മൾ ആദ്യം നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവേ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ സാധ്യതയില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. ഓക്കെ. അപ്പൊ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഇന്നത്തെ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്ക് ലേൺ ആണ് കേട്ടോ. ലേൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, പഠിക്കുക. സ്റ്റഡി എന്ന് പറഞ്ഞാലും പഠിക്കുക എന്നാണ്, ലേൺ എന്ന് പറഞ്ഞാലും പഠിക്കുക. അപ്പൊ ഇതിന്റെ 3 രൂപങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് ലേൺ, ലേൺഡ്, ലേൺഡ്. പഠിക്കുക, പഠിച്ചു, പഠിച്ചിട്ട്. സ്റ്റഡി എന്ന് പറഞ്ഞാലും സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. അപ്പോൾ എന്താണ് സ്റ്റഡിയും എന്താണ് ലേണും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സംഭവം നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ സ്റ്റഡി എന്ന് പറയും. പക്ഷെ നമ്മളൊരു സംഭവം ഗ്രഹിക്കൂലേ, അതായത് നമ്മൾ കണ്ടറിഞ്ഞ് അതിങ്ങോട്ട് ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ലേൺ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് പകർത്തുന്നതിനാണ് നമ്മൾ ലേൺ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മൾ ലേൺ എന്ന് പറയുന്ന വാക്കായിരിക്കും കൂടുതൽ അഭികാമ്യം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കുറച്ച് യൂസേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ശീലമാണെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു വാക്ക് യൂസ്ഡ് ടു. അപ്പൊ ഞാൻ പഠിക്കുമായിരുന്നു എന്ന് നമ്മൾ പറയണം. അതായത് പണ്ടൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു, അത് അന്നത്തെ എന്റെ ഒരു ഹാബിറ്റ് ആയിരുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പൊ ഞാൻ പണ്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ഐ യൂസ്ഡ് ടു ലേൺ. അത്രേ ഉള്ളൂ. ഐ യൂസ്ഡ് ടു ലേൺ. ഞാൻ പണ്ടൊക്കെ പഠിക്കുമായിരുന്നു. ഇനി പഠിത്തം എന്റെ ശീലമാണ് എന്ന് പറയണം. പഠിത്തം എന്ന് കിട്ടാനായിട്ട് നമ്മൾ ലേണിന്റെ കൂടെ ING ഇട്ട് കൊടുത്താൽ മതി. ലേണിംഗ്. അപ്പൊ പഠിത്തം എന്റെ ശീലമാണ്. ഐ ആം യൂസ്ഡ് ടു ലേണിംഗ്. I am used to learning. പഠിത്തം എന്റെ ശീലമാണ്. ഇത് റിവിഷൻ അല്ലേ? റിവിഷൻ ആണ്. ഇനി പഠിത്തം എന്റെ ശീലമായിരുന്നു എന്നാണെങ്കിലോ? ആയിരുന്നു. എന്റെ ശീലമായിരുന്നു പഠിത്തം. Was. I was used to learning. I was used to learning. ഇനി പഠിത്തം അവരുടെ ശീലമായിരുന്നു എന്നാണെങ്കിലോ? അവരുടെ അവർ വെച്ചിട്ടല്ലേ പറയാ. ഓക്കെ. അവരുടെ ശീലമായിരുന്നു. They were used to learning. They were used to learning എന്നാ പറയാ. അവരുടെ ശീലമായിരുന്നു എന്ന് പറയാനായിട്ട് their ഒന്നും നമ്മൾ പറയില്ല. സബ്ജക്റ്റ് ഒക്കെ നമ്മൾ ആ സബ്ജക്റ്റ് തന്നെ പറയാം. പഠിത്തം അവരുടെ ശീലം. They were used to learning. അവരുടെ ശീലമായിരുന്നു പഠിത്തം. ഇനി പഠിത്തം നിന്റെ ശീലമാകും. will be. ഓക്കെ. അപ്പൊ you will be used to learning. you will be used to learning. ഇപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞത് ആകും, ആയിരുന്നു, ആണ് എന്നൊക്കെ വെച്ചിട്ടാ പറഞ്ഞത്. ഇനി നമ്മൾ ആയിക്കൊള്ളും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേറൊരു യൂസേജ് ആണ് എടുക്കുക. ആയിക്കൊള്ളും. അതായത് നമുക്ക് അതങ്ങ് ആയിക്കൊള്ളും, ശീലമായിക്കൊള്ളും, ശീലമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗെറ്റ് ചേർത്തിട്ടാണ് പറയാ. ഇങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ചോദിക്കാം. ഇപ്പൊ പഠിത്തം ഇപ്പൊ എനിക്ക് ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. I am getting used to learning. I am getting used to learning. പഠിത്തം എനിക്ക് ഇപ്പൊ ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശീലമായി എന്നാണെങ്കിലോ? പഠിച്ച് ഇപ്പൊ അത് ശീലായി. അതായത് കിട്ടി, ആ ശീലം എനിക്ക് കിട്ടി. അപ്പൊ got. Okay. I got used to learning. I got used to learning. പഠിത്തം എനിക്ക് ശീലമായി. I got used to learning. പഠിത്തം എനിക്ക് ശീലമായി. ഇനിയിപ്പോ നമ്മൾ ഒരാളോട് പറയണ നിങ്ങളിപ്പോ പഠിച്ചു തുടങ്ങിയില്ലേ, നിങ്ങൾ ഇനി പഠിച്ച് നിങ്ങൾക്ക് ശീലമായിക്കോളും.
ആയിക്കോളും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കല്ലേ, ഇനി പഠിച്ച് നിങ്ങൾക്ക് അത് ശീലമായിക്കോളും. അത് ഇപ്പൊ തന്നെ ശീലായി വന്നില്ലേ? അപ്പൊ എങ്ങനെ പറയാ? യു വിൽ ബി അല്ല, നിങ്ങൾക്കത് ശീലമാകും എന്ന് പറയുന്നത് ആയിക്കോളും എന്ന് പറയുന്നു. ഗെറ്റ്. you will get used to learning. നിങ്ങൾക്ക് ശീലമാകും എന്നാണ് പറയുന്നതെങ്കിൽ യു വിൽ ബി യൂസ്ഡ് ടു ലേണിംഗ്. നിങ്ങൾക്ക് ശീലമായിക്കൊള്ളും എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ലേണിംഗ്. അപ്പൊ യു വിൽ മതി. അടുത്ത ചോദ്യം. അവൾക്ക് പഠിക്കാനുണ്ട്. She has to learn. ഇനി അവൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടെന്നാണെങ്കിലോ? She has to learn English. ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. I have to learn English. അല്ലേ? ഇനി അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. They have to learn English. Okay. ഇനി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു. പഠിക്കാനുണ്ടായിരുന്നു. രണ്ടും ഒന്നാണ്. പഠിക്കേണ്ടതുണ്ടായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു എന്നുവെച്ചാ മുമ്പേ കഴിഞ്ഞു. അതെ. ഓക്കെ. അപ്പോ had to. We had to learn English. ഇനി പറയാണ്, നീ ഹിന്ദി പഠിക്കേണ്ടി വരും. ചെയ്യേണ്ടി വരും. നീ ഹിന്ദി പഠിക്കേണ്ടി വരും. ഓക്കെ. You will have to learn Hindi. You will have to learn Hindi. ഇനി ഇതിനെ ചോദ്യമാക്കുന്ന രീതിയിലുള്ള ചോദ്യം കൂടി ചോദിച്ചോ കേട്ടോ. എനിക്ക് ഹിന്ദി പഠിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പഠിക്കാനുണ്ടോ? അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ടോ? രണ്ടും ഒന്നാണ്. ഓക്കെ. അപ്പൊ do you have to learn Hindi? Do you have to learn Hindi? ഇനി നിനക്ക് ഹിന്ദി പഠിക്കാനുണ്ടായിരുന്നോ? അപ്പോ did you have to learn Hindi? ഇനി നിനക്ക് ഹിന്ദി പഠിക്കേണ്ടി വരുമോ? അപ്പൊ will you have to learn Hindi? ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ നമ്മള് ഇനി സമയം കളയാതെ നേരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇഫ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇഫിന്റെ യൂസേജ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു. കാരണം നമ്മള് ഇഫ് ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എങ്കിൽ എന്നാണ്. എങ്കിൽ. അപ്പോ അതിന്റെ കൂടെ ഒരു പോലും കൂടി ചേർത്ത് എങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും എന്നുള്ളതിന് വേറെ വാക്കാണ്. എങ്കിൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ പറയും, സംസാരിക്കുമ്പോ പറയും, നീ അവിടെ പോവുകയാണെങ്കിൽ നിനക്കത് കിട്ടും, നീ വരികയാണെങ്കിൽ നിനക്ക് ഇത് കിട്ടും. ഞാൻ ഇപ്പൊ ഒരു കടയിൽ പോയി, അപ്പൊ അവിടെ നല്ല സാധനങ്ങൾ കണ്ടു. അപ്പൊ എന്റെ ഫ്രണ്ടിനോട് വന്ന് പറയാണ് ഞാൻ, നിനക്ക് ആ സ്ഥലത്ത് പോയാലേ ഇന്ന സ്ഥലത്ത് പോയാലേ എന്ന് നമ്മൾ പറയില്ലേ, അവിടെ ആക്ച്വലി ഇംഗ്ലീഷിൽ ഈ പോയാലേ വന്നാലേ എന്നൊക്കെ പറയുന്ന സാധനം എങ്കിൽ എന്ന് കൂട്ടിയിട്ടാണ് പറയാം. ആക്ച്വലി നമ്മളെ മലയാളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളം മാറ്റിയിട്ട് ചിന്തിക്കണം, എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ മിൽകുട്ടി ഇപ്പൊ പറഞ്ഞ നിനക്ക് അവിടെ പോയാലേ അത് കിട്ടും, ആ സാധനം എങ്ങനെയാ ശരിക്കും മലയാളത്തിൽ പറയേണ്ടത്? നീ അവിടെ പോവുകയാണെങ്കിൽ നിനക്കത് കിട്ടും. അപ്പൊ ആ എങ്കിൽ എന്നുള്ളത് നമുക്ക് അവിടെ മൈൻഡിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ മലയാളം നമ്മൾ മാറ്റി ചിന്തിക്കണം അല്ലേ. അപ്പൊ മലയാളമാണ് ആദ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പഠിക്കേണ്ടത്. നമ്മൾ ആക്ച്വലി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പറയുന്ന മലയാളം കംപ്ലീറ്റ് വ്യത്യസ്തമാണ് അല്ലേ. ഒരു ജില്ലക്കാർ പറയുന്ന അല്ല അടുത്ത ജില്ലക്കാർ പറയാ, ഒരു ജില്ലക്കാർ പറയുന്നതിന്റെ അർത്ഥം മറ്റുള്ള ജില്ലക്കാർക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യുക, അതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം കറക്റ്റ് ആയിട്ട് മലയാളം ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നീ അവിടെ പോവുകയാണെങ്കിൽ നിനക്കത് കിട്ടും, നീ ഇവിടെ വരികയാണെങ്കിൽ നിനക്ക് ഞാനത് തരും. ഇങ്ങനെ ഒരു എങ്കി എന്ന് വെച്ചാൽ എങ്കിൽ എന്നുള്ളതിന്റെ ഒരു ഇങ്കാ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു വള്ളിയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആക്കിയിട്ട് എങ്കി നോക്കും. നമ്മൾ സംസാരിക്കുമ്പോ നീ പോവാണെങ്കിൽ, ആ പോവാണെങ്കിൽ എന്നുള്ളത് പോവുകയാണെങ്കിൽ അവിടെ ഒരു വള്ളിയും കൂടി എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യാം. ഇഫ് പ്രധാനമായിട്ടും 3 ക്ലോസ് ആയിട്ടാണ് പറയാ കേട്ടോ. ഇഫിന്റെ 3 ക്ലോസിൽ നമ്മൾ 2 ക്ലോസ് ആണ് ഇപ്പൊ പഠിക്കുന്നത്. ഒരു ക്ലോസ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല, കാരണം അത് പഠിക്കണമെങ്കിൽ നമ്മൾ വേറൊരു യൂസേജും കൂടി പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യം പ്രധാനമായിട്ടുള്ള 2 യൂസേജ് നോക്കാം. അപ്പൊ ഗൈസ്, ഇഫിന്റെ 2 കണ്ടീഷനിലുള്ള
ഫസ്റ്റ് കണ്ടീഷൻ. അതിതാണ്, നമ്മളൊരു കാര്യം ഊഹിക്കുകയാണ്. ഓക്കെ, ഒരു ഊഹിച്ചിട്ട് നമ്മൾ പറയില്ലേ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആവും എന്ന് പറയാണ്. നടന്നിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവര് പഠിക്കും അല്ലെ? ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിക്കും. ഞാൻ ഹിന്ദി പഠിപ്പിച്ചോ? ഇല്ല. അപ്പൊ അത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ഞാൻ ഊഹിച്ച് പറയാണ്, ഇഫ് ഐ ടീച്ച് യു ഹിന്ദി, ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിൽ യു വിൽ ലേൺ ഹിന്ദി വെരി വെൽ. സ്റ്റഡി അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലേൺ കൂട്ടാം. ഇഫ് ഐ ടീച്ച് യു ഹിന്ദി വെരി വെൽ യു വിൽ ലേൺ ഹിന്ദി വെരി വെൽ. ഞാൻ നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പഠിക്കും. അതാണ് ഇഫിന്റെ കണ്ടീഷൻ. അതായത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? അടുത്ത റിസൾട്ട് ഉണ്ടാവും എന്നതാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇതിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇഫ് ഇടുക, ഇഫ് ഇട്ടിട്ട് സബ്ജക്റ്റ് പറഞ്ഞിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം പറയുന്നു. ഇഫ് ക്ലോസില്, ഇഫിന്റെ ഫസ്റ്റ് ക്ലോസില് ഇഫ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് പറഞ്ഞിട്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി കാര്യം പറയും. അതിനുശേഷം ബാക്കി വരുന്ന പോർഷനിൽ നമ്മൾ ഒന്നുകിൽ വില്ല് ചേർത്തോ അല്ലെങ്കിൽ ക്യാൻ ചേർത്തോ മേ ചേർത്തോ അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പറയാ. അതായത് ഫ്യൂച്ചർ റെപ്രസെന്റേഷൻ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഓക്സിലറി ആയിരിക്കും. ഒന്നുകിൽ വില്ലായിരിക്കും, അല്ലെങ്കിൽ ഷാളായിരിക്കും, അല്ലെങ്കിൽ മേ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാൻ ആയിരിക്കും. ഇങ്ങനെ വരും. ഇതിന്റെ ഒന്നും പാസ്റ്റ് വരില്ല. വുഡ് വരില്ല, ഷുഡ് വരില്ല, ഷുഡ് വരില്ല, മൈറ്റ് വരില്ല, ഇതൊന്നും വരില്ല. ഇതിന്റെ ഒക്കെ റൂട്ട് ഫോം ആയിട്ടുള്ള വില്ല്, മേ, ക്യാൻ, ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. ഫസ്റ്റ് പോർഷൻ V1ഉം സെക്കൻഡ് പോർഷൻ വില്ലും ആയിരിക്കും അർത്ഥം. ഓക്കെ, അതായത് ഇഫ് യു ടീച്ച് മീ ഇംഗ്ലീഷ്, നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ ഐ വിൽ ലേൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. അങ്ങനെ. അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. എങ്ങനെ പറയാ? വിളിക്കല്ലേ? അപ്പോ ഇഫ് യു കോൾ മീ ഐ വിൽ കം. അവിടെ കോളാണ് നീ ഉപയോഗിച്ചത്. ഫസ്റ്റ് പോർഷനിൽ കോളാണ് ഉപയോഗിച്ചത്, ഇപ്പുറത്തെ പോർഷനിൽ വില്ലാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ കോള് വരും, അതായത് V1 വരും, ഇപ്പുറ സൈഡില് വില്ല് വരും. ഇതിങ്ങനെയും പറഞ്ഞൂടെ? ഇഫ് യു കോൾ മീ ഐ ക്യാൻ കം. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും. ഇഫ് യു കോൾ മീ ഐ മേ കം. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാം. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ വന്നേക്കാം, ഐ മേ കം, അല്ലെങ്കിൽ ഐ ഷാൾ കം, ഇതൊക്കെ പറയാം. ഇപ്പുറത്ത് നമുക്ക് വില്ലോ ക്യാനോ മേയോ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് പറയാം. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഒരു 2-3-4 സെന്റൻസ് പെട്ടെന്ന് പറയണേ. നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് എനർജി കിട്ടും. എനർജി തന്നെ പറഞ്ഞാൽ മതി. നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ you will get energy. If you have the food you will get അങ്ങനെ ആക്കാൻ പറ്റും. അങ്ങനെ ആക്കാൻ പറ്റും. ഓക്കെ. ഇനി നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ല മസിൽ ഉണ്ടാവും. എനിക്കിപ്പോ മസിൽ വേണ്ട, എന്നാണ് ഞാൻ പറയാം. If you do exercise very well, നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ you will get good muscle. നിനക്ക് നല്ല മസിൽ കിട്ടും അല്ലേ? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. If you study very well, നല്ല മാർക്ക് കിട്ടും അല്ലേ? നിനക്കല്ലേ? You will get good mark. ഇനി നമ്മൾ സബ്ജക്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. ഹി ഷീ ഇറ്റ് വെച്ച് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ അവൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവന് നല്ല മാർക്ക് കിട്ടും എന്ന് പറയണം. അപ്പോ he വെച്ചിട്ട് if he studies very well അവന് നല്ല മാർക്ക് കിട്ടും.
he will അവിടെ ഗെറ്റ്സ് ഉണ്ടാവില്ലല്ലോ. ഇല്ലല്ല, അവിടെ ഗെറ്റ് ആണുള്ളൂ. ഓക്കെ, അപ്പോ ഗെറ്റ് ഗുഡ് മാർക്ക്. ഈ സബ്ജക്റ്റ് വരുന്നിടത്ത് മാത്രമേ അത് നോക്കണ്ടുള്ളൂ. അപ്പുറത്തെ ഓൾറെഡി വില്ല് വന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഗെറ്റ്സ് പറയില്ല, വിൽ ഗെറ്റ് എന്നേ പറയുള്ളൂ. അപ്പൊ ഇഫ് ഹി സ്റ്റഡീസ് വെരി വെൽ ഹി വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് എന്നോ ഗുഡ് മാർക്ക് എന്നൊക്കെ പറയാം അല്ലേ. അപ്പൊ മനസ്സിലായല്ലോ സബ്ജക്റ്റ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇഫിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ ആലോചിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സംഭവം നടന്നു കഴിഞ്ഞുപോയി എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഊഹിക്കുക. ഓക്കെ, അനുമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അത് നടന്നിട്ടില്ല. ഇനി നടന്നു കഴിഞ്ഞു, അതിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാണ് നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു. വുഡ് വെച്ചിട്ട് അവിടെ നമ്മള് വുഡ് വെച്ചിട്ട് പറയണം. എന്നുവെച്ചാ വില്ലിന്റെ ചേച്ചി. അതേതാ സിറ്റുവേഷൻ? ഇപ്പൊ ഞാൻ പറയണം, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നെ കല്യാണത്തിന് വിളിക്കാൻ അദ്ദേഹം മറന്നുപോയി. പിന്നീട് ഞാൻ അയാളെ കാണുന്നു. എന്നുവെച്ചാല് അച്ഛന്റെ ഒരു ഫ്രണ്ടാണ് അനൂപ് മാമ. അവിടെ നിൽക്കുമായിരുന്നു. എന്നുവെച്ചാല് അനൂപ് മാമന്റെ മോളെ കല്യാണമായപ്പോൾ അനൂപ് മാമ അച്ഛനെ വിളിക്കാൻ മറന്നുപോയി. അപ്പോ പിന്നീട് അവർ രണ്ടാളൊന്ന് കാണണം, എന്നുവെച്ചാൽ മീറ്റ് ചെയ്തപ്പോ ഈ അനൂപ് മാമ ചോദിക്കുകയായിരുന്നു നീ എന്താ കല്യാണത്തിന് വരാതിരുന്നേ. അപ്പോ അയാള് വിളിച്ചില്ലല്ലോ, എന്നുവെച്ചാൽ അനൂപ് മാമ വിളിച്ചില്ലല്ലോ, മറന്നുപോയതാണ്. അപ്പോ അയാള് മറന്നോണ്ടാണ് ഞങ്ങക്ക് വരാൻ പറ്റാതിരുന്നത്. അപ്പോ അച്ഛൻ അങ്ങോട്ട് പറയാണ് അനൂപ് നീ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വരുമായിരുന്നു. അവിടെയാണ് നോക്കേണ്ടത് അല്ലെ. കല്യാണത്തിന് വരുന്നല്ല നമ്മൾ പറയാ, കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മള് നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം. വ്യത്യാസം മനസ്സിലായില്ലേ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇഫ് യു കോൾ മീ ഐ വിൽ കം എന്നാ. ഇവിടെ അത് നേരെ തിരിഞ്ഞിട്ട് ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം നൗ. ഐ വുഡ് കം. അപ്പൊ നമ്മൾ മലയാളം പറയുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു, അല്ലെങ്കിൽ വരുമായിരുന്നേനെ എന്നാ പറയാ. സാധാരണ നമ്മൾ മലയാളത്തിൽ എന്താ പറയാന്ന് പറയാ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്ന് നമ്മളിങ്ങനെ ചെറുതാക്കി പറയും. അപ്പൊ അത് ഫുള്ളാക്കി തന്നെ നമ്മൾ പറഞ്ഞ് പഠിച്ചാലേ ഇത് പറയാൻ പറ്റുള്ളൂ. നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു എന്ന് തന്നെ കിട്ടണം നമുക്ക്. അപ്പോ ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം. അതുപോലുള്ള ഒന്ന് രണ്ട് സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെന്റൻസ് ഞാൻ പറയാം. പറഞ്ഞു. ടീച്ചർ എന്നോട് പറയാണ് നീ ഇന്നലെ പഠിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് നല്ല ഗുഡ് മാർക്ക് മേടിച്ചിരുന്നേനെ. കിട്ടുമായിരുന്നു. അതാ പറഞ്ഞത്, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. കിട്ടുമായിരുന്നു, നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോ ഇഫ് യു സ്റ്റഡീഡ് വെരി വെൽ നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. You would get good mark. You would get good result എന്നോ ഗുഡ് മാർക്ക് എന്നോ പറയാം. ഓക്കെ, അടുത്തത് നീ നന്നായി എഴുതിയിരുന്നു എങ്കിൽ നീ പാസ്സാകുമായിരുന്നു. പരീക്ഷ നീ നന്നായിട്ട് എഴുതിയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറയാണ് നീ നന്നായിട്ട് പരീക്ഷ എഴുതിയിരുന്നു എങ്കിൽ നീ പാസ്സാകുമായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ? അപ്പോ നീ എഴുതിയിരുന്നു എങ്കിൽ എന്നല്ലേ. അപ്പോ ഇഫ് യു wrote very well, if you wrote the exam very well, you would pass. നീ പാസ്സാകുമായിരുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നീ അവിടെ പോയിരുന്നു എങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നു. ഓക്കെ, കിട്ടിപ്പോയി. എങ്ങനെയാണോ? ഇഫ് യു വെന്റ് there, വെർബിന്റെ രണ്ടാമത്തെ രൂപം. If you went there, you would get
ഗെറ്റ് ദാറ്റ് നിനക്കത് കിട്ടുമായിരുന്നു. ഗെറ്റ് ദാറ്റ്. ആ ഇവിടെ നിങ്ങൾ കണ്ടോ സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ല. സ്ട്രക്ചർ ഇതാണ്. ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ രണ്ടാമത്തെ രൂപം V2 ആണ് നമ്മൾ ഫുള്ള് പറയുന്നത്. V2 പറഞ്ഞാൽ ഇപ്പുറത്ത് വില്ലിന് പകരം വുഡ് തന്നെ പറയണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഇതായിരുന്നു. ഇഫ് ക്ലോസിൽ വെർബില് V1 യൂസ് ചെയ്യുന്നു, വില്ല് യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ആണെങ്കിൽ ഇഫ് ക്ലോസിൽ വെർബിന്റെ രണ്ടാമത്തെ രൂപം പറയുന്നു, ഇപ്പുറത്ത് വില്ലിന് പകരം വുഡ് ആവുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസുകൾ കൂടുതൽ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യട്ടോ. വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചിന്ത ഒന്ന് തിരിച്ച് അതിലേക്ക് ചിന്തിച്ച് ശീലമാക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങൾ അത് ശരിക്കിനായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇനി മിൽക്കുട്ടീന്റെ ചോദ്യം. എന്റെ ചോദ്യം എന്താ വെച്ചാല്, അച്ഛൻ എന്നോട് കാർ കഴുകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കാർ കഴുകാണ്. അപ്പൊ ഞാൻ പറയാണ് അച്ഛൻ എന്നുവെച്ചാല് ഞാൻ കാർ കഴുകുകയാണ്. ഞാൻ കാർ കഴുകുകയാണെങ്കിൽ ഞാൻ കാർ കഴുകുകയാണ് എങ്കിൽ അച്ഛൻ ഒരിക്കലും മുട്ടായി മേടിച്ചു തരും. അപ്പൊ അതിനൊരു സെന്റൻസ് ആക്കി പറയാം. അതായത് നീ കാറ് കഴുകുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരും. ഗിഫ്റ്റ് തരും. ഓക്കെ, നീ കാറ് കഴുകുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരും. ഓക്കെ ഓക്കെ, നല്ല ചോദ്യമാണ്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങള് നിങ്ങൾ കമന്റ് ബോക്സിൽ ഉത്തരം ചെയ്യുക. ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും